السلام عليكم. الحمد لله الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر. وقال النبي صلى الله تعالى وسلم أن تؤمن بالله وملائكته ورسله واليوم الآخر وتؤمن بالقدر خيره وشره. ബഹുമാന്യ അധ്യക്ഷൻ അവറുകളെ, ആദരവായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പരലോക വിശ്വാസത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ സുപ്രധാനമായ ഒരു വിഷയമാണ് പരലോക വിശ്വാസം. ഹദീസെ ജിബ്രീൽ പരിശോധിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും: അൻതുമിന ബില്ലാഹി വമലായികതിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുമിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലാഹുവിൽ ഈമാൻ എന്നാൽ അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ മലക്കുകളിലും യൗമുൽ ആഖിറത്തിലും വിശ്വസിക്കലാകുന്നു. മരണശേഷമുള്ള ഖബറിലെ രക്ഷ, ശിക്ഷ, പുനരുദ്ധാനം, അതിനുശേഷമുള്ള വിചാരണ, മീസാൻ, സ്വർഗം, നരകം തുടങ്ങി അന്ത്യദിനത്തെ കുറിച്ച് അല്ലാഹു തആല വിശേഷിപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കലാകുന്നു പരലോക വിശ്വാസം. മാത്രമല്ല, ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് പരലോക വിശ്വാസമാണ്. മാത്രമോ അല്ലാഹു അവന്റെ പരിശുദ്ധ കലാമിൽ അല്ലാഹുവിനോടുള്ള വിശ്വാസമായി ബന്ധപ്പെടുത്തിയാണ് പരലോക വിശ്വാസത്തെ പറഞ്ഞിട്ടുള്ളത്. ഒരായത്തിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസി വലാ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സത്യവിശ്വാസികളെ, നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ശല്യമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അല്ലാഹുവിനും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രം തന്റെ ദാനധർമ്മങ്ങളെ ചെലവാക്കുന്നവരിൽ നിങ്ങൾ പെടൽ സഹോദരങ്ങളെ. മറ്റൊരായത്തിൽ കൂടി അല്ലാഹു ഇപ്രകാരം പറയുകയാണ്: വമൻ യക്ഫുറു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും യൗമുൽ ആഖിറത്തിലും ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന് പോയാൽ പിന്നെ എങ്ങനെയാണ് അവനെ ജനിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് അതിന് യാതൊരു സംശയവും നമുക്ക് കാണുകയില്ല. കാരണം നമ്മുടെ മുമ്പിലോട്ടുള്ള ദൃഷ്ടാന്തങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ചെറിയ ചെറിയ വിത്തുകൾ അത് വളരെ കാലം വെച്ചതിന് ശേഷം നാം മണ്ണിൽ കുഴിച്ചിടുന്നു. അത് വളർന്നു വലിയ വൃക്ഷങ്ങളാണ് നാം കാണുന്നില്ലേ. ഉഷ്ണകാലത്ത് പഴുത്തു കൊഴിഞ്ഞു പോയ ചെടികളുടെ പരമാണുക്കളിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്നത് നാം കാണുന്നില്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ ഭൂഗർഭത്തിലും മറ്റുമായി ശേഷിക്കുന്ന മനുഷ്യന്റെ പരമാണുക്കളിൽ നിന്ന് ഒരു മനുഷ്യ ശരീരത്തിന് രൂപം കൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ സഹോദരങ്ങളെ? ഒരു വസ്തു കത്തിക്കുമ്പോൾ അതിന്റെ പരമാണുക്കൾ ചൂട്, പുക, പ്രകാശം തുടങ്ങിയ അവസ്ഥകളിലേക്ക് മാറുകയാണ്. അത് കടലിൽ
കടലിൽ ഒഴുക്കി വിട്ടാലും അതിന്റെ പരമാണുക്കൾ നശിക്കുകയില്ല സഹോദരങ്ങളെ. വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റിയ ശബ്ദങ്ങളെ നമുക്ക് വീണ്ടും റേഡിയോ റിസീവറിലൂടെ അത് ശബ്ദങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നു. അപ്രകാരം തന്നെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റിയ ചിത്രങ്ങളെ നമുക്ക് വീണ്ടും ടെലിവിഷൻ റിസീവറിലൂടെ അത് ചിത്രങ്ങളാക്കി മാറ്റി കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, മരിച്ചു മണ്ണോട് ചേർന്ന് പോയ മനുഷ്യന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ നശിക്കാതെ നിലനിൽക്കുന്നു. അതിനെ സംയോജിപ്പിച്ചെടുക്കാമെന്ന് ഇന്നത്തെ ഭൗതിക ശാസ്ത്രം പറയുമ്പോൾ നാളെ ആഖിറത്തിൽ മനുഷ്യനെ പുനർജീവിപ്പിക്കുന്ന നമുക്കൊരു യാതൊരു സംശയവും കാണുകയില്ല സഹോദരങ്ങളെ. എന്തിനാണ് അല്ലാഹു തആല പരലോകം സൃഷ്ടിച്ചതെന്നറിയാമോ? അല്ലാഹു തആല തന്നെ അവന്റെ കലാമിൽ കൂടി പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലിഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. തീർച്ചയായും നമ്മുടെ തെളിവുകളെ നിഷേധിക്കുന്നവനെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ ശരീരം വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ കൊടുക്കുന്നതാണ്. ഇതവർ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ. തീർച്ചയായും അല്ലാഹു തആല പ്രതാപവാനും കാരുണ്യവാനുമാകുന്നു. പരലോകത്തെ സംബന്ധിച്ച് ധാരാളം ആയത്തുകളും ഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു നമ്മെ എല്ലാ പാരത്രിക വിജയങ്ങളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.